ഗൈസ്, ഇന്ന് 7th ഡേ ആണ്ടാ നമ്മുടെ മണി ഏണിംഗ് ചലഞ്ചിൻ്റെ. കഴിഞ്ഞ വീഡിയോ 6th ഡേയുടെ അവസാനം നമുക്കൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിരപ്പള്ളിയിൽ പോകാൻ റേറ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാം. അപ്പോൾ ഇന്ന് 7th ഡേ ആയിട്ട് നമ്മൾ ആ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ മേനകയിലുള്ള മറീന എന്ന് പറഞ്ഞ ആ ഹോട്ടലാണ് കൊണ്ടേ ആക്കിയത്. അപ്പോൾ 11:45 പറഞ്ഞേക്കണം, ഇപ്പോൾ 11:30 ആയി. സോ ഗൈസ്, 7th ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല. നമുക്ക് കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സെറ്റാക്കി കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ് ഗൈസ്. അപ്പോൾ വരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈറ്റർ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവർ മെയിനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സിൽവർ സ്റ്റോമിൽ സ്നോ പാർക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ ഞാൻ ഇന്നലെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിരപ്പള്ളിയിലെ റേറ്റാണ് ഞാൻ ഇവർ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ റേറ്റ് ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, സിൽവർ സ്റ്റോമിൽ വരെയുള്ള റേറ്റ് അല്ല, ഞാൻ വാഴച്ചാൽ വരെയുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞേട്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിൽ വാഴച്ചാൽ വരെ പോകാൻ പറ്റൂടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്നെ വിളിച്ചേട്ടാ, ആ റേറ്റിൽ ആരും പോയില്ലെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. നമുക്ക് വെയിറ്റിംഗ് ചാർജും പിന്നെ ടോക്കൺ മീൻസ് പാർക്കിങ്ങിൻ്റെ ഫീസൊക്കെ കൂടി ചേർത്തിട്ടുള്ള റേറ്റാണ് ഞാൻ ഇട്ടേക്കണത്. അവരത് വില്ലിങ്ങാണ്, ഓക്കെയാണ്. ഞാൻ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കയറ്റിയിട്ടുണ്ടെന്ന് പറയാനുള്ള. അവരെൻ്റെ അടുത്ത് ചോദിച്ച് വെയിറ്റിംഗ് ചാർജ് എത്രയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടി ചേർത്തിട്ടുള്ള റേറ്റ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞങ്ങൾ ഓക്കെയാണ് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോണേണ്ട, അല്ലാതെ ആരെയും കൊല്ലണ രീതിയിലുള്ള റേറ്റ് അല്ല, നോർമൽ റേറ്റ് ഉണ്ടോ, എല്ലാവരും മേടിക്കുന്ന റേറ്റാണ് ഞാൻ സെറ്റാക്കിയിട്ടാണ്. സോ ഗൈസ്, 11:45 പിള്ളേരൊക്കെ ഉണ്ടാവുന്നുണ്ട്, അവരും പോസ്റ്റാണ്. അവരോട് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ എഴുന്നേക്കൂലെന്ന് പറഞ്ഞു. ഉറങ്ങിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഹോട്ടലെത്തിയിടാം. ഞാൻ ഈ ഹോട്ടലിലേക്കാണ് അവരെ കൊണ്ടുവന്നത്, സ്റ്റേ അടിച്ചത്. അവർ നല്ലൊരു ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഹോട്ടലാണ്ടാ സജസ്റ്റ് ചെയ്തത്. നമ്മുടെ പെൻഡാവനയിലാണ് ഈ ഹോട്ടലാണ്. നൈസാണ്, നൈസ്. ഇവിടെ ഞാൻ കുറേ കസ്റ്റമർ കൊണ്ടാക്കിയിട്ടുണ്ട്. ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി അവർ വന്നാൽ മതിയേ. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ മഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ സമയം 11:55. മാക്സിമം നമുക്കൊരു 2 മണിക്കൂറിനടുത്ത് വേണ്ടി വരും ഇവിടെ ഈ സിൽവർ സ്റ്റോമിലേക്ക് പോകാൻ. ഞാൻ ആദ്യം സിൽവർ സ്റ്റോമിലേക്കാണ് ഇവരെ കൊണ്ടുപോകണത്, കാരണം അവിടെ ടൈം ചിലപ്പോൾ 6 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിരപ്പള്ളിയിൽ പോവാം. അതിരപ്പള്ളിയിൽ അവർക്ക് ട്രെക്ക് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് നടപ്പുണ്ടല്ലോ പുഴയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോയിന്റ് ഉണ്ട്, അവിടെ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വാഴച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയും കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിടാം. സോ പോസ്റ്റ് പിന്നെ ഇവർ ഇൻട്രസ്റ്റ് ആണോ എന്നറിയില്ല വ്ളോഗിൽ വരാൻ. ഇൻട്രസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ദിസ് വാസ് എ സ്മോൾ വ്ളോഗ്. ഓക്കെ ഗൈസ്, അവരാ ഏഴാറ്റുമുഖത്തും കൂടി ഒന്ന് ഞാൻ നിർത്തിയിട്ടാ സിൽവർ സ്റ്റോമിലേക്കാണ് പറഞ്ഞത്. ഏഴാറ്റുമുഖത്ത് അതിൻ്റെ മേളിലൊരു മരപ്പട്ടി ഇരിക്കുന്നുണ്ട്. മരപ്പട്ടി അല്ലല്ലോ, അത് മലയണ്ണാൻ, മരപ്പട്ടിന്ന്. അപ്പോൾ ഏഴാറ്റുമുഖത്ത് നിന്ന് കഴിഞ്ഞ് ഇനി അവർ ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ സിൽവർ സ്റ്റോം. ഞാനങ്ങനെ അവരാ സിൽവർ സ്റ്റോമിലാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് നിന്നോളാം, കാരണം അവിടെ വണ്ടി പാർക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടാണ്. അങ്ങനെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി സിൽവർ സ്റ്റോമിൽ കൊണ്ടാക്കി. അപ്പോൾ അവർ 2:45 അതിനാണ് കയറിയേക്കണത്. ഇനി 3:45 വരെ ഞാൻ പോസ്റ്റാണ്. നമുക്ക് നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം. അവരുടെ ലഗേജൊക്കെ എൻ്റെ വണ്ടിയിലാണ്. അവർ കയറി യെസ്.
ഓക്കെ, നമുക്ക് നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് വരാടാ. അവിടെ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് നൈസ് ഫുഡ് അടിച്ചിട്ട് നമുക്ക് പറയാം. നല്ല അടിപൊളി കസ്റ്റമറാണ്ട. അവരത്ര സ്ഥലത്തൊക്കെ കാണിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായിടാ. അവർ ജസ്റ്റ് അതിരപ്പള്ളി പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ഞാൻ സിൽവർ സ്റ്റോം ഇങ്ങനെ സ്നോ പാർക്ക് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയി. പിള്ളേർ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകണം പപ്പാന്ന് പറഞ്ഞു. കർണാടക ഹുബ്ലിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവർ. നല്ല അടിപൊളി കമ്പനിയായി, ഭയങ്കര സെറ്റായി. ഇന്നലെ നമുക്ക് ഊബറിൽ നിന്ന് കിട്ടിയ കസ്റ്റമറാണ്. നൈസ് ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ കയറി നമുക്ക് നൈസ് ഫുഡ് അടിക്കാം. അവിടെ ഷാപ്പ് കറികൾ. ആഹാ, മീൻകറി ഉണ്ടാകുന്ന നോക്കട്ടെ. മീൻകറി ഉണ്ടെങ്കിൽ നൈസ് മീൻകറിയും കൂട്ടി ഫുഡ് അടിക്കാം. പപ്പ കോഴി തരാം. ഷോ ആംബിയൻസ് വെരി വെരി ശോകം ഗൈസ്. കുറച്ചും കൂടി മുമ്പോട്ട് പോവാം. ആംബിയൻസ് വാസ് വാള വെക്കാൻ തന്നെ മൂട്. കുറച്ചും കൂടി മുമ്പോട്ടോടെ. നല്ലൊരു വരമ്പത്തൊക്കെ ഇരിക്കണ ഷാപ്പൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് അടിക്കാൻ തോന്നും. ഷാപ്പിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് നൈസായിട്ട് തോന്നുള്ളതാണ്. ആനനെ കാണിക്കാൻ പറ്റില്ല അവരാ. ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആന ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഫുഡ് അടിച്ചിട്ടേ. അയ്യോമേ കടയില്ലേ, അവിടെ തന്നെ ഉണ്ടായിരുന്നുള്ള. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, കുറച്ച് അങ്ങോട്ട് പോയിട്ടൊക്കെ വരാം. വെറുതെ പോസ്റ്റല്ലേ. ഹോട്ടൽ കിട്ടി ഗൈസ്, പോയി ഫുഡ് അടിച്ചിട്ട് വരാം. അടിപൊളി ഗൈസ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ. നല്ല ചൂടുണ്ട് കേട്ടോ. അവരിപ്പോൾ -10 ഡിഗ്രി എന്നായിരിക്കും ഇറങ്ങി വന്നത്. ഞാൻ അവിടെ നിന്ന് ഫുഡ് അടിച്ച്. അവിടെ നോർമൽ ഊണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നൊരു ഊണ് കഴിച്ച്, പിന്നൊരു മീൻ വറുത്തതും കൂട്ടി നൈസായിട്ട് കഴിച്ച്. ഇന്നലെ നമ്മ മറ്റേ ഇതായിരുന്നല്ല, കഞ്ഞിയായിരുന്നു. കഞ്ഞി അടിപൊളിയായിരുന്നു. കഞ്ഞി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ കഞ്ഞി അടിപൊളിയാണല്ലോ. കഞ്ഞിയിൽ ഇങ്ങനെ മോരൊക്കെ വെച്ച് കുടിക്കാനേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നോർമൽ ഒരു ഫുഡാണ്. തണലത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും ഒതുക്കിയിടാം. എന്നിട്ട് അവർ വിളിക്കാൻ നേരത്തെ അങ്ങോട്ട് ഒറ്റടിക്കുകയല്ല. 3:21 3:45 അവർ കഴിയുള്ളൂ എന്തായാലും. പാലത്തിൻ്റെ മേളിലെവിടെയെങ്കിലും കൊണ്ടിട്ടാലോ. ആനേനെയൊന്നും കാണാനില്ല കേട്ടോ. അവരെ കുറച്ച് നേരം ഇങ്ങനെ നിർത്തി ഞാൻ നോക്കി ആന വരുമെന്ന്. ഇത് ആനയൊക്കെ വന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. വെറ്റിലപ്പാറ പാലത്തിൻ്റെ മേളിലാണ്ടോ. ചീങ്കണ്ണി ഉണ്ട് ഇവിടെ. ഒരു അന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് അതിരപ്പള്ളി പോകണം. അവിടെ നിന്ന് വാഴച്ചാലിലും പോകണോടാ. അതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ചെയ്യും. ഇവിടെ തണലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നൈസായിട്ട് ഒതുക്കിയിട്ടെ അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാം. അതല്ലെന്ന് എനിക്ക് തോന്നാം. ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അവിടെ നമുക്ക് ഒതുക്കാം. ദാറ്റ്സ് ബെറ്റർ. തേങ്ങ വല്ലതും ഉണ്ടാവും. തേങ്ങയില്ലല്ലേ. ഓക്കെ നൈസ്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ. പക്ഷേ എൻ്റെ കോലങ്ങളാ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കാറ്റൊക്കെ ഉണ്ട് പുറത്ത്. പക്ഷേ പുറത്തിറങ്ങിന്നിട്ടും ഭയങ്കര ചൂട് ഗൈസ്. പോസ്റ്റ് അടിച്ച് 4 കാലമായിട്ടാ ഇതുവരെ ഞാൻ ഗസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുള്ള. എന്ത് പറ്റിയെന്നറിയില്ല. കറക്റ്റ് 1 മണിക്കൂറേ അതിൻ്റെ ഉള്ളിൽ ആക്ടിവിറ്റീസേ ഉള്ളൂ. ചിലപ്പോൾ അവിടെ ഫുഡ് അടിക്കണമായിരിക്കും കേട്ടോ. എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. വെയിറ്റ് ചെയ്യാനാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ പോകാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ട്. പോസ്റ്റാണ് ഗൈസ്. അവർ ഫോട്ടോസ് എടുക്കണേണ്ട. അപ്പോൾ ഇപ്പോൾ വിളിച്ച് 4:30 മണിയായിട്ടാ വിളിച്ചു കഴിഞ്ഞപ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത ആംഗിൾ മാറിപ്പോയി. കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇവിടെയാണ് പറമ്പിക്കുളത്ത് ഫോറസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ ഞാൻ മറ്റേ ട്രൈപ്പോഡ് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒരു ശോകമായിരുന്നു. അത് ഒരു മച്ചാൻ കമൻ്റ് അടിച്ചായിരുന്നു. ഞാൻ ആരെങ്കിലും കമൻ്റ് അടിക്കുമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. ഒരു മച്ചാൻ കമൻ്റ് അടിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു. അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ ആംഗിൾ ഇപ്പം ഞാൻ മാറ്റി സെറ്റാക്കിയിട്ടില്ല, കലമ്പില്ലല്ലോ. ഇനി അവർ അവിടെ എനിക്ക് തോന്നുന്നു സ്ലോ മോഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവർ കഴിച്ചിട്ടില്ല ഒന്നും, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ചിപ്സൊക്കെയാണ്. അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോസ്റ്റ് കേസ് ഇവരെ ഞാൻ നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാ ക്ലോസ്ഡ് ആയിപ്പോയി. ഇവിടെ ലാസ്റ്റ് എൻട്രി 4 മണി വരെ ഉള്ളൂ. പെട്ടുപോയി. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ വാഴച്ചാലിൻ്റെ ഫോറസ്റ്റിൽ കൂടി ഒന്ന് കൊണ്ടുകൊണ്ട് പോകാം. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ അതിരപ്പള്ളിയിൽ ക്ലോസ്ഡ് ആയി പോയിട്ടാ ഓൾറെഡി. സോ ഇവിടേക്ക് ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു. വാഴച്ചാലും ക്ലോസ്ഡ് ആണ്. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു സ്നോ പാർക്കിൽ അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആയി പോകും, നിങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റില്ല എന്ന്. അതിരപ്പള്ളിയിലും വാഴച്ചാലിലൊക്കെ 4 മണി വരെ ഉള്ളൂ. വാഴച്ചാലിൽ 5 മണി വരെ ഉണ്ട്, അതിരപ്പള്ളിയിൽ 4 മണി വരെ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ നോക്കിയപ്പോൾ അവർ ഇന്നലെ ഇത്ര വിശ്വസിച്ചില്ല, ഇത്ര അടിപൊളിയാണെന്ന് വിശ്വസിച്ചില്ല, മിസ്സായി പോയി. ഞങ്ങൾ ആ സ്നോ പാർക്ക് മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നത്, പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങളെ താഴ്ത്തിറക്കാനുള്ള ഒരു സ്ഥലം എനിക്കറിയാം, കൊച്ചുങ്ങളെ കൈ പിടിച്ച് റിസ്ക് ഇല്ലാത്തൊരു ഏരിയ ഉണ്ട്, എല്ലാവരും ഇറങ്ങണം, അവിടെ നൈസായിട്ട് ഇരുട്ടണേ മുമ്പ് നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരെ ഹാപ്പി ആക്കി വിട്ടു. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഓഫീസറിനോട് സംസാരിച്ച് നോക്കി, കർണാടകയിൽ നിന്ന് വന്നതാണ് സാറേ, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് കയറാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ നോട്ട് അലൗഡ്, വെരി വെരി സ്ട്രിക്റ്റ് ആണ് മോനെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ്. അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. യെസ്, ഷാർപ്പ വാട്ടർഫോൾസിലാണ്ടോ. ഇതൊക്കെ ടിക്കറ്റ് ഇട്ടാതെ തിരിച്ചു വന്നവരാണ്ടോ. അവരെ അവിടെ ഇവിടെയും കൊണ്ടേ കാണിക്കാൻ പറ്റിയില്ല. അവരെ ഞാൻ എന്തായാലും പുഴയിലേക്ക് ഇറക്കിയില്ല, അവർ കുളിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ ഹാപ്പിയായി, സെറ്റ്. ഗൈസ്, ഞാൻ അവരെ ഡ്രോപ്പ് ഇട്ടപ്പോൾ 9:08 വണ്ടി കറക്കി എടുത്ത് അങ്ങോട്ട്. നൈസായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കസ്റ്റമേഴ്സ് ആയിരുന്നു. അവർക്ക് അതിരപ്പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റാത്തതിലൊരു സങ്കടം ഉണ്ടായിരുന്നു. അവർ പക്ഷേ കൂടുതലും ഫോക്കസ് ചെയ്തത് മറ്റേ സ്നോ പാർക്കിലായിരുന്നു. പിള്ളേരെ ഹാപ്പി ആക്കാൻ വേണ്ടിയായിരുന്നു അവർ ഫോക്കസ് ചെയ്തത് കേട്ടോ. ശരിക്കും റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഊബറിൽ കൊടുത്തതാണ് റേറ്റ് തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയടാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 4000 റുപ്പീസ് എനിക്ക് ഇന്ന് സമ്പാദിക്കാൻ പറ്റി. അങ്ങനെ വാഴച്ചാൽ വരെയൊക്കെ പോയി കറങ്ങി 4000 റുപ്പീസാണ് നമുക്ക് കിട്ടിയത്. വെയിറ്റിംഗ് ചാർജ്, പാർക്കിംഗ് ചാർജ് അങ്ങനെയൊന്നുമില്ല. അവർ ഫുഡൊക്കെ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് എൻ്റെ അടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ പോയി കഴിച്ച്. ഓൾറെഡി എൻ്റെ വയറ് നിറച്ചിട്ടേക്കണായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട സാർ, താങ്ക്സ് ഫോർ കോളിങ് മീ. അങ്ങനെ നൈസായിട്ട് കമ്പനിയൊക്കെ അടിച്ച് നല്ല രീതിയിലുള്ള നല്ല അടിപൊളി വേണ്ട. ലാസ്റ്റ് ഇപ്പോൾ പുള്ളി മേളിലേക്ക് റൂമിലേക്ക് വാ, നമുക്കൊന്ന് പാർട്ടിയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട സാറേ, ഞാൻ പോണേണ്, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു തിരക്കായിരിക്കും അല്ലേ, അടുത്ത ഓട്ടം വന്നിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത ഓട്ടം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ഫാമിലി ഉണ്ടാവും, നൈസായിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളി എന്നിട്ടും എൻ്റെ അടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റൂമിലേക്ക് വാ, വിൽ ഗോ, നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ രാത്രി ഒന്നും കൂടി നൈറ്റ് റൈഡൊക്കെ പോയിട്ട് വരാം അങ്ങനെയൊക്കെ പറയടാം. ഞാൻ വേണ്ട, ഞാൻ കുറച്ച് തിരക്കാണ് സാറേ, ഞാൻ നെക്സ്റ്റ് ടൈം നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ തീർച്ചയായിട്ടും കോൾ ചെയ്യും. എന്നിട്ട് 4000 റുപ്പീസ് എൻ്റെ കയ്യിൽ തന്നു. ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു സെൽഫിയും എടുത്തിട്ട് അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഒരു സെൽഫി എടുക്കണ്ടേ നമുക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സെൽഫി എടുക്കണം. ലാസ്റ്റ് സെൽഫി എടുത്തിട്ടാ ഇതാണ് ഫോട്ടോ. നൈസായിരുന്നു, നല്ലൊരു ഫാമിലി ആയിരുന്നു.
പിള്ളേർ അടിപൊളിയാണ്ടാ. പിള്ളേർ ഭയങ്കര കുഞ്ഞു പിള്ളേരൊക്കെ വണ്ടി കയറി കഴിയുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ. അവർക്ക് പുതിയൊരാൾ വേറൊരു ഭാഷ സംസാരിക്കണ ആ ഒരാളെയൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു. അവരെല്ലാവരും ആഘോഷിച്ച് ഹാപ്പിയായി എൻജോയ് ചെയ്ത് അങ്ങനെ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ 7ാമത്തെ ദിവസത്തെ ഏണിങ് 4000 ആണ്ടാ. അപ്പോൾ നമ്മുടെ ടോട്ടൽ റേറ്റ് എത്രയെന്ന് വെച്ചാൽ അതെ എവിടെ കാണിക്കുന്നുണ്ട് ഞാൻ. ഇതാണ് നമ്മുടെ ടോട്ടൽ റേറ്റ്. സോ ഗൈസ് അയാളായി പോയി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായിട്ടാ. ഞാൻ ഇനി വീട്ടിൽ പോയി കുടിച്ച് കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ ഇറങ്ങണ്ടേ നമുക്ക്. 8ാമത്തെ ദിവസമല്ലേ നാളെ. 7ാമത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 8ാമത്തെ ദിവസത്തേക്ക് സ്വാഗതം. നമ്മൾ 10 ദിവസം കൊണ്ട് എത്ര ഒപ്പിക്കാം അവരൊന്ന് മാക്സിമം നോക്കിക്കോടാ. കുറച്ച് ദിവസം സ്കിപ്പായി പോയെന്നുണ്ടെങ്കിലും ഞാനത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടാണ് ഇടാം. ഒരു ട്രിപ്പ് ഇല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് സെറ്റാക്കി കിട്ടും എന്ന് നിങ്ങൾ കണ്ടില്ലേ. ഊബർ വഴി തന്നെ ദൈവം കൊണ്ടുവന്ന അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ. അവസാനത്തെ ഒരു ട്രിപ്പാണ് എനിക്ക്. അതിൽ നിന്ന് ഒരു അതിരപ്പള്ളി ട്രിപ്പ് കയറി വന്നേക്കണ സീനാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി. റൈറ്റ് കിട്ടുമെന്നാണ്ടാ. അപ്പോൾ എന്നും പറയണ പോലെ അധികം വലിച്ച് കൊളോക്കൊന്നുമില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുക. ഇനിയും നമ്മൾ 10 ദിവസത്തെ ചലഞ്ച് കഴിയുമ്പോൾ അടുത്ത ഒരു കണ്ടന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ അടിക്കുക. എന്നാലേ എനിക്ക് വീഡിയോ ഇടാനുള്ള മൂടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മടിയുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ മടിയുന്നുണ്ടാവാണ്. താങ്ക്സ് ഇട്ടാ. ബൈ. വണ്ടിയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു. ഒന്നും നോക്കിയില്ല. നേരെ അങ്ങോട്ട് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ള് കഴുകി. കുറച്ച് ടയേർഡായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഉള്ളൊക്കെ അടിപൊളിയാക്കി. അയ്യോ അടുത്ത വീഡിയോയിൽ കാണാടാ. ബൈ.